ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ബോളിവുഡ് സിറ്റിയിൽ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ്. ഭയങ്കര ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇത് മൊത്തത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബോളിവുഡ് സിറ്റിയിൽ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹത്തബ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ മന്തി റൈസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫുഡായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോകുന്നത്. നല്ല ചൂടും വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ജുമ കഴിഞ്ഞതിൻ്റെ പിന്നെ വീക്കെൻഡിൻ്റെ ആ ഒരു തിരക്ക് നല്ലോണം ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർ പറയുന്നത് എന്നിട്ട് എത്ര തിരക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് ടേബിൾ കിട്ടി. ഇവരാണെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഇതൊരു മട്ടൺ ഐറ്റവും പിന്നെ ചിക്കൻ്റെ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. പ്ലെയിൻ റൈസും പിന്നെ മന്തി റൈസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പിന്നെ നല്ല രസമുള്ള ഒരു ആംബിയൻസും ആയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ഡെസേർട്ട് വേണമല്ലോ. അപ്പോൾ നമ്മളൊരു കുനാഫ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു മൈൽഡ് സ്വീറ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഇവിടുത്തെ കുനാഫ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബോളിവുഡ് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ തിരക്കായി വരുന്നേ ഉള്ളൂ. നൈറ്റ് ടൈമിലാണ് ഭയങ്കര തിരക്കിട്ട്. എന്നാലും നോക്കുക അത്യാവശ്യം കാറുകൾ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിതാ ബോളിവുഡ് സിറ്റിയുടെ ഫ്രണ്ട് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഇവിടെ ഇവർ ഇങ്ങനെ ഫുള്ള് സ്ക്രീനിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കമ്മിങ് വേൾഡ് കപ്പ് സൗദി വെച്ചിട്ടായതുകൊണ്ട് തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അവർ കൊടുക്കുന്നത് കേട്ടോ. അതും ഫ്രീ ആണ്, എൻട്രി എല്ലാം നമുക്ക് ഫ്രീ ആണ്. അപ്പോൾ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് പോകുന്നവർക്ക് ശരിക്കും ഇവിടെ വരുന്നത് വേർത്താണ്. കാരണം നമുക്ക് ടിക്കറ്റ് റേറ്റ് ഒന്നുമില്ല. എല്ലാ ഗെയിംസും നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അവരിപ്പോൾ നമുക്കിവിടെ ഒരു കാർഡൊക്കെ തരുന്നുണ്ട്. നമുക്ക് ആ ഗെയിംസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് തരുമെന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ നമ്മൾ എല്ലാ ഏരിയാസിലും കയറിയിട്ട് അവിടെയുള്ള ഗെയിംസും കാര്യങ്ങളും ഏതൊക്കെ നോക്കുക. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതിൽ നമുക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രീതിക്ക് കുറേ നേരം ആക്ച്വലി ഇവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അറ്റൻഡ് ചെയ്യായിരുന്നു. കുറച്ച് ഗെയിംസൊക്കെ കളിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേനും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ഏരിയയ്ക്ക് പോവുകയാണ്. ആക്ച്വലി ഇവിടെ നല്ല രസത്തിൽ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നമ്മളിങ്ങനെ ഗെയിംസ് അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ സീൽ ചെയ്ത് കിട്ടും. അപ്പോൾ ആ കാർഡ് വെച്ച് നമ്മൾ ഓരോ ഏരിയാസ് ഇങ്ങനെ കവർ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ചൈനീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇടാം. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാ ഗെയിംസും അറ്റൻഡ് ചെയ്തിട്ട് ഇതിലെല്ലാത്തിലും സീലൊക്കെ വാങ്ങിച്ചു. പക്ഷെ നമുക്ക് ഗിഫ്റ്റ് ഒന്നും തന്നില്ല. അവർ പറഞ്ഞത് നെക്സ്റ്റ് ഡേ വരികയാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ നമുക്ക് നെക്സ്റ്റ് ഡേ വരൽ എന്തായാലും പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ ഗെയിംസൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര രസമാണ് ഇവിടെ വന്ന ദിവസം. എന്തായാലും നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.